പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരുകയാണ്. രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കും. വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ നാളെ രാവിലെയോടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഇപ്പോൾ ഞങ്ങളുടെ ടീം മധുരയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയൊരു സംഘത്തെ തന്നെയാണ് പാർട്ടി കോൺഗ്രസിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഓരോ മിനിറ്റിലും തത്സമയ അപ്ഡേറ്റുകൾ നൽകാനായി നമ്മൾ മധുരയിലേക്ക് അയച്ചിരിക്കുന്നത്. സത്യസന്ധമായ വാർത്തകൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടറിയാൻ പ്രേക്ഷകർ കൈരളി ന്യൂസിലേക്ക് എത്തുക. ഇപ്പോൾ എം സന്തോഷ് അടക്കമുള്ള സംഘം നമ്മളോടൊപ്പം ചേരുകയാണ് മധുരയിൽ നിന്ന് തത്സമയം. നമുക്ക് പാർട്ടി കോൺഗ്രസിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. മധുരയിലേക്ക്, സന്തോഷിലേക്ക്, ഒപ്പം തന്നെ സന്തോഷിന്റെ കൂടെ വിശദമായ കെ രാജേന്ദ്രൻ അടക്കമുള്ള നമ്മുടെ ടീമെല്ലാം ചേരുന്നുണ്ട് മധുരയിൽ നിന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഇനി പാർട്ടി കോൺഗ്രസിന്റെ വാർത്തകളിലേക്കാണ്, ആവേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. മധുരയിൽ നാളെ പതാക ഉയരുകയാണ്. മധുര ഇങ്ങനെയൊരു ചെങ്കോട്ടയായി മാറുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ വിശദമായി തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങാം. തീർച്ചയായും മനു, തമിഴ്നാട്ടിലെ മധുര എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നഗരം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തവണ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്നത്. നേരത്തെ 2 തവണ പാർട്ടി കോൺഗ്രസിന് മധുര വേദിയായിരുന്നു. നേരത്തെ മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് സമ്മേളനത്തിലേക്ക്, പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു 24ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പാർട്ടി വളരെ നേരത്തെയുള്ള മുന്നൊരുക്കങ്ങളും അനുബന്ധ പരിപാടികളും എല്ലാം തന്നെ സംഘടിപ്പിച്ച്, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മധുരൈ നഗരം എന്ന് പറയുന്നത് ചുവന്ന് തുടുത്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ, നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് CPIM എന്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഴത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടി കോൺഗ്രസ്, അതിൻ്റെതായിട്ടുള്ള വാർത്താ പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കൈരളി ന്യൂസ് വലിയൊരു വാർത്താ സംഘം തന്നെയാണ് മധുരയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തത്സമയം ഈ പാർട്ടി കോൺഗ്രസിന്റെ വാർത്തകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ അനുബന്ധമായി മധുരയിൽ നിന്നുള്ള മറ്റ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി ലോകം മുഴുവനുള്ള മലയാളി പ്രേക്ഷകർ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ CPIM-ന്റെ പാർട്ടി കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ലോക മലയാളികൾക്ക് മുന്നിലേക്ക് പാർട്ടി കോൺഗ്രസിന്റെ ഈ വിവരങ്ങൾ തത്സമയം എത്തിക്കുന്നതിന് വേണ്ടിയാണ് വലിയ ഒരു സംഘം തന്നെ നമ്മോടൊപ്പം ഉള്ളത്. എനിക്കൊപ്പം ഇപ്പോൾ കെ രാജേന്ദ്രനുണ്ട്, അതോടൊപ്പം തന്നെ വിഷ്ണു തലവൂരുണ്ട്, നവജിത്ത് ഉണ്ട്, രാജ്കുമാറുണ്ട്. കെ രാജേന്ദ്രൻ, ഏതായാലും ആദ്യം നമുക്ക് രാജേന്ദ്രനിലേക്ക് തന്നെ പോകാം. നിരവധി പാർട്ടി കോൺഗ്രസുകൾ, ഇതിനു മുൻപുള്ള പാർട്ടി കോൺഗ്രസുകൾ റിപ്പോർട്ട് ചെയ്തും അതോടൊപ്പം തന്നെ CPIM-ന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും വളരെ ആഴത്തിൽ പഠിക്കുകയും വിശകലനം ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. ഏതായാലും രാജേന്ദ്രേട്ട, പാർട്ടി കോൺഗ്രസ് മധുരയിൽ എത്തുകയാണ്. മധുരയിൽ 3ാമതാണ് പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് മധുരയിലേക്ക് എത്തുമ്പോൾ അതിന് നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു പോകാനുള്ളത് എന്താണ്? അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 3ാം പാർട്ടി കോൺഗ്രസ് 1953-ൽ ഈ മധുരയിൽ സമ്മേളിച്ചിരുന്നു. അപ്പോൾ അന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ബാങ്കുകൾ ദേശസാൽക്കരിക്കണം. ബാങ്ക് ദേശസാൽക്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നൊരു ആവശ്യം. ആ ആവശ്യം പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാർ അംഗീകരിച്ചു. അപ്പോൾ നമ്മൾ ഈ പാർട്ടി കോൺഗ്രസുകളുടെ പ്രാധാന്യം എന്താണെന്ന്, നമ്മളതിൻ്റെ ഒരു രാഷ്ട്രീയമായ പ്രാധാന്യം, നമ്മൾ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായി ഈ കൈരളി ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത പാർട്ടി കോൺഗ്രസ് 2005-ലെ ദില്ലി പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. 2005-ലെ അവിടെ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആവശ്യങ്ങൾ, ഇപ്പോൾ ആ ആവശ്യങ്ങളാണ് പിന്നീട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം, ഇതെല്ലാമായി പരിണമിച്ചത് അവിടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു. അത് UPA സർക്കാരിന് മുന്നിൽ വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചു. അന്ന് ഒരു ഏകോപന സമിതി ഉണ്ടായിരുന്നു. അതിനു മുമ്പാകെ ഇത് നടപ്പിലാക്കിയേ തീരുന്നു വാശി പിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും, അത് തെറ്റായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്, അതിന് പണം അനുവദിക്കില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾക്കെല്ലാം ഉരുത്തിരിഞ്ഞത് പാർട്ടി കോൺഗ്രസ് ഇവിടെയാണ്. പിന്നെ അതുപോലെ അതെ ഒരു UPA-യും ഇടതുപക്ഷവും തമ്മിൽ അന്ന് ഒരു ഏകോപന സമിതി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അപ്പോൾ അതിനെല്ലാം തുടക്കം എന്ന് പറഞ്ഞ് ഈ പാർട്ടി കോൺഗ്രസുകളിൽ നിന്നാണ്. അതുപോലെ ഈ CPM-ന്റെ പാർട്ടി കോൺഗ്രസുകൾക്ക് ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ട്, ഇന്നും സ്ഥാനമുണ്ട്. കാരണം എന്തെന്നാൽ, ഇപ്പോൾ 1943 മുംബൈയിൽ വെച്ചാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത്. 43 മുംബൈയിൽ വെച്ച്. ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, ബാബ സോഹൻ സിംഗ്.
നമ്മുടെ ആർക്കിഷൻ സിംഗ് സുർജിത്തിൻ്റെ എല്ലാം തന്നെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു. ബാബാ സോഹൻ സിംഗ് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം 27 വർഷം ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. 27 വർഷം. ഇപ്പോൾ ഇവിടെ ഇനി നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ ഒരു 90% പേരും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ജയിൽവാസം അനുഷ്ഠിച്ച ആൾക്കാരാണ്. അങ്ങനെ ഒരു സമ്മേളനം ഇന്ന് നമുക്ക് ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ BJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പല ആൾക്കാരും തന്നെ ജയിൽ കിടന്ന ആൾക്കാരെടുക്കുക. അതൊക്കെ ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി വിദ്വേഷ പ്രസംഗം നടത്തി ആ രീതിയിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നാളെ നിങ്ങൾ നോക്കി ഇവിടെ വന്ന ഈ സഖാക്കളിലെ ഒരു 90% ആൾക്കാരും എപ്പോഴെങ്കിലും എല്ലാമായിട്ട് ജയിലിലടയ്ക്കപ്പെട്ടവരാണ്, വലിയ വേട്ടയാടപ്പെട്ടവരാണ്. അതുപോലെ വലിയ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങളിൽ നേരിട്ട നേതാവ്, ഭീകരാക്രമണങ്ങൾ നേരിടുകയും അതിജീവിച്ച നേതാവ് മുഹമ്മദ് യൂസഫ് തരിക ഇവിടെ വരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ പാർട്ടി ഇവിടെ വരുന്ന ഓരോ ഡെലിഗേറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ചരിത്രമുണ്ട്. അതാണ് ഈ CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സുകളുടെ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ നാളെ ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഈ കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വിശാല മതേതര ചേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇവിടെ BJPയെ തോൽപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നെല്ലാവരും പറഞ്ഞിരുന്നു ഈ പാർട്ടി കോൺഗ്രസ് ഇങ്ങനെ തീരുമാനമെടുത്തിട്ട് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് നമ്മൾ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് നേരിട്ട് രാജ്യത്തിന് ബോധ്യപ്പെട്ടു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രൽ പൊളിറ്റിക്സ് മാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളും. ഇലക്ട്രൽ ബോണ്ടുകൾ അന്ന് കേസ് നടത്തിയത് സീതാറാം യെച്ചൂരി ആയിരുന്നു, അത് റദ്ദാക്കി. അത് ഒന്ന് ആലോചിക്കുക, അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് CPM നേതൃത്വം തയ്യാറായില്ല എന്ന് കരുതും. ഇപ്പോഴും ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ കോടിക്കണക്കിന് കോഴ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് CPMൻ്റെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി. അത്തരം ചർച്ചകളായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇവിടെ നടക്കും.